കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ഇന്ന് അധികാരമേൽക്കും. 14 പുതുമുഖങ്ങളടക്കം 20 UDF മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചടങ്ങിന് എത്തും. കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം. രാവിലെ 7 മണി മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ ഗതാഗത നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ബൃഹത്തായ ചടങ്ങിൽ സതീശിനൊപ്പം 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. 1982-ൽ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്തിന് ശേഷം ഇതാദ്യമായാണ് UDFന്റെ മുഴുവൻ മന്ത്രിമാരും ഒരേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ആ ഒരു പ്രത്യേകതയും ഈ സർക്കാരിന് ഉണ്ട്. 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് വിരാമമിട്ട് UDF തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലാണ് അണികളിപ്പോൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്താൻ ഇടയില്ലെങ്കിലും കോൺഗ്രസിന്റെ 4 മുഖ്യമന്ത്രിമാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വവും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തും. തലസ്ഥാനം ഇന്ന് അക്ഷരാർത്ഥത്തിൽ UDFന്റെ ആഘോഷവേദിയായി മാറും. വേദിയിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും മാത്രം മതിയെന്നാണ് ലോക് ഭവൻ പ്രോട്ടോകോൾ വിഭാഗത്തെ അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരായി P.K. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, M ലിജു, T സിദ്ദിഖ്, റോജി M ജോൺ, O.J. ജനീഷ്, കൂടാതെ K.A. തുളസി, P.K. ബഷീർ, N ശംസുദ്ദീൻ, K.M. ഷാജി, V.E. അബ്ദുൽ ഗഫൂർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വി.ഡി. സതീശൻ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താനാണ് സാധ്യത. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ലക്ഷ്യമിട്ടുള്ള വിപ്ലവകരമായ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഉണ്ടായേക്കും. ആശാപ്രവർത്തകരുടെ ഓണച്ചേറിയം കൂട്ടുകയും അതോടൊപ്പം തന്നെ കൊച്ചി മാതൃകയിൽ സംസ്ഥാനത്താകെ ഇന്ദിരാ ക്യാൻറ്റീൻ നടപ്പിലാക്കാനാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ടീം ഒരുങ്ങുന്നത്. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിലും പ്രഖ്യാപനം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് മന്ത്രിമാരുടെ പട്ടിക തയ്യാറായത്. മുഖ്യമന്ത്രി അടക്കമുള്ള 21 മന്ത്രിമാരുടെയും പട്ടിക ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ലോക് ഭവനിലെത്തി വി.ഡി. സതീശൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് കൈമാറി. മന്ത്രിമാർക്ക് ടേം വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഉഭയകക്ഷിയിൽ ധാരണയായിട്ടുണ്ട്. എന്നാൽ തർക്കം തീർന്നിട്ടില്ല. അനൂപ് ജേക്കബും അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം പങ്കുവെക്കണം എന്നാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിനോട് അനൂപിനും കാപ്പനും എതിർപ്പുണ്ട്. എന്തായാലും അനൂപ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നിലവിലത്തെ തീരുമാനം.